സോ ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന നമ്മളുടെ ലോസ് ആൻഡോസ് ക്രൈംസ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ പാർട്ട് 3 ആണ്. ബാക്കിയുള്ള പാർട്ടൊന്നും കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഗെയിമിൻ്റെ പേര് ഈ മോഡിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഡെത്ത് മാച്ചിൽ ചത്ത് ഗെയ്സ് വീഡിയോ വെക്കാൻ നോക്കിയതാണ്. ടീം ഡെത്ത് മാച്ച് എന്നല്ല, സോറി, ടീം ഡെത്ത് മാച്ചും സോംബി മോഡും കഴിഞ്ഞിട്ടുള്ള എന്തായിരുന്നു എൻ്റെ പേര്, ഞാൻ മറന്നുപോയി. ക്ലിയർ ദി സിറ്റി എന്നാണ് എൻ്റെ പേര്. ക്ലിയർ ദ സിറ്റി എന്നാണ് എൻ്റെ പേര്. ഞാനിപ്പോൾ ഓടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗണ്ണ് നല്ല പവറുള്ള. ഞാൻ പിന്നെ വെപ്പൺ വീൽ കളർ ഒന്ന് മാറ്റിയായിരുന്നു. ഇത് നമ്മളെ റോബ്ലോക്സിലെ ക്യാരക്ടറിനെ ഞാൻ മാറ്റി ആയിരുന്നു. മറ്റേ നമ്മളെ വെടിവെച്ചിട്ട് ഗൈസ് അതൊന്നും സാരമില്ല, നമ്മൾ പിന്നെയും വെടിവെച്ചിട്ട് 5 NPCs ലെഫ്റ്റ് എന്നാണ്. നമ്മളെ ഒരാളെ പോലും കൊന്നിട്ടില്ല. നമുക്ക് ഏതൊരു കാറ് വിളിച്ചിട്ട് പോവാം. കാറ് വെച്ച് ഇടിച്ചിടാം. ഞാൻ മുമ്പ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി, ഫ്രീ ഫയറിൽ എന്നെ ഒരാൾ വെടിവെച്ചിട്ടത് അങ്ങനെയാണ്, സ്റ്റഡാക്കിയത് അങ്ങനെ. കാർ വെച്ച് ഇടിച്ചിട്ടിട്ട് അതെ, അതുകൊണ്ട് ഞാൻ അതേപോലെയുള്ള സംഭവം പിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കി ചുമരുമായിട്ട് ചേർത്ത് വെച്ച്. പിന്നെ ഈ വീഡിയോ തൊട്ട് തമ്പനേഴ്സൊക്കെ കാണുമായിരിക്കും ചിലപ്പം എനിക്ക് തമ്പനേൽ ആഡാക്കാൻ അറിഞ്ഞൂടാ. അത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതറിയാം. ഈ വണ്ടി എങ്ങനെ ഓടുന്നത്? ഫ്രണ്ടിലൊന്നും ഒന്നുമില്ല. പണ്ടൊക്കെ ഈ വണ്ടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വണ്ടി പിന്നെ ഓടത്തില്ലായിരുന്നു. മറിഞ്ഞു വണ്ടിയുടെ ടയറിലോട്ടൊക്കെ വെടിവെക്കാൻ നോക്കായിരുന്നു ചിലവന്മാരൊക്കെ. ബുദ്ധിയുണ്ട് അവർക്ക്, ബുദ്ധിയുള്ള മണ്ടന്മാരാണ് ഈ സൗരി. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ടോ ടയറിലോട്ട് വെടിവെക്കാൻ നോക്കിയത്. എനിക്ക് ആ ടയറിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ടയർ പൊട്ടുന്ന ശബ്ദം. ടയർ പൊട്ടി കിട്ടുമൊന്നുമില്ല, കാരണം ടയറൊന്നും അങ്ങനെ. ഞാൻ വിചാരിച്ച് ഈ സാധനത്തെ വന്ന് ഇരിക്കുമ്പോൾ അത് സാധനം തെറിച്ച് പോകുന്നു. ഷോ കാണിക്കാൻ നോക്കിയതായി. എനിക്ക് ഈ സാധനത്തെ ദൂരെയൊന്നും ഇതൊന്നും കറക്റ്റായിട്ട് അറിയിച്ചൊന്നും ഇരിച്ചു. ഞാൻ അത് വളർച്ചേൻ്റെ അകത്തൂടെ കൊണ്ടുപോകാനായിരുന്നു. ഓക്കെ, ഞാൻ മറ്റേ ഡോഗ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ പട്ടി ഇങ്ങനെ പോകത്തില്ല, സംഭവം ഞാൻ നോക്കാൻ പോയി. അത് പക്ഷെ പറ്റില്ല ഗൈസ്. ഇവിടെ ബാക്കിയുള്ളതിനെ ഞാൻ കാണുന്നില്ല. ഇവിടെ ഒന്നും ആരും ഇല്ലടേ. ഇനി 2 NPC ലെഫ്റ്റാണ്. അവന്മാർക്കൊക്കെ ബുദ്ധിയുണ്ട് ഗൈസ്. ഞാൻ ഹെലികോപ്റ്ററിൽ കയറി പോകാൻ പോവാം. അതാണെങ്കിൽ അവരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അവരെ വെടിവെച്ചിടാൻ പറ്റും. ഒരു തോക്കെടുക്കുക, ഷോട്ട് ഗൺ എടുത്ത് പിടിക്കുക. ഷോട്ട് ഗൺ വേണ്ട ഗൈസ്, ഷോട്ട് ഗൺ മതി. എന്നാൽ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ മണ്ടയ്ക്കിൽ അവന്മാർ കാണുമായിരിക്കും ചിലപ്പോൾ. നമുക്ക് ഹെലികോപ്റ്ററിൽ കയറി പോവാം. ഹെലികോപ്റ്റർ ഹമ്മിങ് ബേർഡ് എന്ന ഈ ഗെയിമിലെ ഹെലികോപ്റ്ററിൻ്റെ പേര്. ഹമ്മിങ് ബേർഡ് എന്ന് വെച്ചാൽ കുരുവിയല്ലേ? കുരുവിയോ മൈനയോ മലങ്കുത്തിയോ വല്ലതും ആണ്, എനിക്ക് അറിഞ്ഞൂല എന്തോ സാധനമൊന്ന്. യെസ്, ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെയുള്ള ആ സൗണ്ട് ഒന്ന് കേൾക്കണം ഗൈസ്. ഒറിജിനാലിറ്റിയാണ് ഗൈസ്. മേളിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, അതെന്തിൻ്റെ ആണെന്ന് എനിക്കറിഞ്ഞൂടാ. ഗൈസ്, വെടിവെക്കുന്നു. ഞാൻ താത്തത്തെ.
ഇപ്പം കേൾക്കുന്നില്ലല്ലോ. മുമ്പേ ഒന്ന് വെടിവെച്ചായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഹെലികോപ്റ്ററിൻ്റെ സംഭവമാണോ? ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് ആയിരിക്കും ഗൈസ്. എന്താ ബുള്ളറ്റ് പോയി? അത് ബുള്ളറ്റ് തന്നെയല്ലേ പോയെ? ഞാൻ കണ്ട് ഗൈസ്, ബുള്ളറ്റ് പോന്ന ഞാൻ കണ്ട്. എനിക്ക് ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടും വെടിവെപ്പിൻ്റെ സൗണ്ട്. തോന്നുന്നു. ദേണ്ടൊരുത്തൻ വെടിവെക്കാൻ നോക്കുവൻ. അതുകൊണ്ടാണ് ഞാനൊരു സംഭവം അവിടെ വെടി പാസ് ചെയ്തു പോകുന്ന ഞാൻ കണ്ടേ. ചേണ്ട അവിടെ നിന്നാണ് ഗൈസ് വെടിയായിരുന്നു. നമുക്ക് അങ്ങോട്ട് എന്തോ മോളി. അവൻ നമ്മൾ ആകാശത്തോട്ട്. ഗൈസ് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങി എന്നെ എടുക്കാനായോടാ. ഇനി ഞാൻ നിന്നെ കൊന്ന് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണോ? യെസ്. ക്യാമറ ബ്ലാക്ക് ഔട്ടായി. ഇനി ഒരു NPC ലെഫ്റ്റ്. ഒരുത്തനെ കണ്ടുപിടിക്കാനാ പാട് ഗീസ്. ഇവിടെ ചുറ്റി തിരിഞ്ഞാളൊന്ന ഏതെങ്കിലും ഒക്കെ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് തിരിഞ്ഞാടപ്പുണ്ടായിരിക്കും. ഹെലികോപ്റ്ററിന് കൊള്ളത്തില്ല. പോ. ഞാൻ ഈ മോള് മാത്രമായിട്ട് കളിച്ചിട്ടൊരു വീഡിയോ ഇടുന്നെങ്കിൽ അത് ഞാൻ വേണമെങ്കിൽ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 മിനിറ്റോ 6 മിനിറ്റോ ഒന്നാണ്ടായി. ചുമ്മാ ഒരു ചെറിയ വീഡിയോ പോലെ വേണേലിടാം. ഇടങ്ങാറില്ല ഉണ്ട്, പക്ഷെ എങ്ങ് കാണാൻ പറ്റുന്നില്ല. ഫുള്ളാളെ കൊന്നിട്ടിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 5 കിൽസ് എടുക്കാൻ ഭയങ്കര പാടാ. ഈ ഗെയിമിൽ ആടാണ് ഗെയ്സ്. ഇതേപോലെയുള്ളൊരു ഗെയിമിൽ ഒരിക്കലും ആടി വെക്കല്ല. അല്ല സോറി വെക്കാം. ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് രീതിയിലൊക്കെ ആളുണ്ടല്ലോ. പണ്ട് നമ്മൾ വൈഫൈയോ നെറ്റൊക്കെ ഓഫാക്കി ഇടുവാണെങ്കിൽ ആട് വരത്തില്ല. പക്ഷേ ഞാൻ അത് ഓഫ് ചെയ്യുന്നില്ല ഗൈസ്. ഈ സാധനം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പാരലൽ TCG ഒരു സാധനം. ഇവർ ഈ ഗെയിമിൽ നിറച്ചാട് ഈ സംഭവത്തിൻ്റെ ആളാണ് ഗെസ്. അതെന്താ വന്നത്? എൻ്റെ പേര് ബാറ്റലോണോ എന്നാണ് ഗെസ്. മൈൻക്രാഫ്റ്റിൻ്റെ തലയും കറുത്ത ഷർട്ടും നീല പാൻറ്റും അങ്ങനെ. ഇനി ഞാൻ പിന്നെ നമ്മളെ ഈ ട്രാക്കിൻ്റെ റാംസിൻ്റെ സംഭവത്തിലാകെ ഇവിടെ നമുക്ക് സുപ്രയിൽ പോവാം. സുപ്ര മാസാടാ. സുപ്രയിൽ തന്നെ പോവാം. ഈ സംഭവത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് എന്തുമായിരിക്കും? ചിലപ്പോൾ അത് കറങ്ങി വന്ന് താഴെ ഇറങ്ങുന്നതായിരിക്കും ചിലപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. വണ്ടിയിൽ സ്പീഡിൽ പോയിട്ട് ഒരാളെ ഈ ഗെയിമിൽ ചെന്ന് ഇരിക്കാൻ ചെല്ലുമ്പം അവരിങ്ങനെ അലറും. ആ സംഭവം നല്ല രസമായി കളിക്കാൻ. അതിനെ ഇരിക്കാനായിട്ട് ചെല്ലുമ്പം നമ്മുടെ ഒറിജിനാലിറ്റി ഈ ഗെയിമിനുള്ള ഈ ഗെയിം ബെസ്റ്റ് ഗെയിം എവർ മേഡെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിൽ നല്ലൊരു ആൻഡ്രോയിഡ് ഗെയിം ഉണ്ട് ഗെയ്സ്. അതിൻ്റെ പേരാണ് ഗ്രാൻഡ് മൊബൈൽ എന്ന് പറയുന്നത്. അല്ല ഗ്രാൻഡ് മൊബൈൽ RPO അങ്ങനെ കണ്ട ഗ്രാൻഡ് ഓൺലൈൻ അങ്ങനെ കണ്ടാണ് ആ ഗെയിമിൻ്റെ പേര്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിന് അടുത്തത് ഞാൻ ചിലപ്പം അർബൻ ഹീറ്റിൻ്റെ ഗെയിം പ്ലേ കഴിഞ്ഞിട്ട് പിന്നെ റോബ്ലോക്സിൻ്റെ ഇടുമായിരിക്കും. ചിലപ്പോൾ ഈ ഗെയിമിൻ്റെ ഇടും, ചിലപ്പം പറയാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ എൻ്റെ നമ്മളങ്ങനെ തെറിച്ച് വീണേ. നമ്മളെങ്ങനെ ഗൈസ് തെറിച്ച് വീണേ? അങ്ങനെ നമ്മൾ തെറിച്ച് വീണേ.
ഡോറൊന്നും തുറന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ തെറിച്ചു പോയേ. ഇത്രയും സ്പീഡിൽ വന്ന് ഇടിച്ച് തെറിച്ചു പോയി അങ്ങനെ. ഓ ഗൈസ്, നമ്മൾ ആട് സിനിമയിലെ പോലെ ഇറത്തി തെങ്ങ ഇരിക്കുമ്പോൾ ഇങ്ങനെ തെറിച്ച് ഗ്ലാസ്സിൽ കൂടി തെറിച്ച് വരില്ലേ, അതേപോലെ ഇങ്ങനെ തെറിച്ച് പോയതാണ് ഗൈസ്. ഗ്ലാസ് പൊട്ടിച്ച് നമ്മൾ തെറിച്ച് പോയി. ഇനി ഉണ്ട് ഇനി സ്റ്റാർട്ടാവട്ടെ. എന്താ സ്റ്റാർട്ടാവടാ? മുമ്പേ ആ കളി കളിച്ചപ്പം സ്റ്റാർട്ടായാനല്ലോ, ഇപ്പം എന്ത് സ്റ്റാർട്ടാവാനേ? മറ്റേ ആ കിങ് എന്ന് പറയുന്ന കോയിൻസിൻ്റെ വണ്ടി മണ്ട ഫുള്ള് പോയിട്ടും പോയായിരുന്നു. പക്ഷേ ഞാനത് ഇനി നമുക്ക് കിങ് എടുക്കാം. കിങ് തന്നെ എടുക്കാം. അതാകുമ്പോൾ ഇത് പൊട്ടാൻ പറ്റുന്നാലും സംഭവം ഇതാവത്തില്ലല്ലോ ഗൈസ്. എന്ത് വരുന്ന സാധനത്തിൻ്റെ വണ്ടി ഇതാവത്തില്ലല്ലോ. വണ്ടി പെട്ടെന്ന് ഇതാവത്തില്ല. ഓ ആരെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നേരെ പോയിട്ട് പിന്നെ ആ സംഭവത്തിൻ്റെ മണ്ടയ്ക്ക് കയറാം. യെസ്, ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഞാനങ്ങനെ പതുക്കെ കയറി പോവാണ് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെന്നി അടിച്ച് താഴെ കിടക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ നമുക്ക് 2 വഴിയുണ്ട് ഗൈസ്. വേണമെങ്കിൽ ഈ വഴി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വഴിയല്ലേ പോയി, അതുകൊണ്ട് നമുക്ക് ഈ വഴി പോവാം. ഈ വഴി ഒരുമാതിരി മരണക്കിണർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇങ്ങനെ സൈഡിൽ കൂടി പോവാൻ ഓടിച്ചു പോയൊരു രസമാണ് ഗൈസ്. ഈ മരണക്കിണറൊക്കെ എങ്ങനെ ആയിരിക്കും അവർ ഓടിക്കുന്നത്? ഇതിങ്ങനെ ലൂപ്പ് പോലെ സംഭവമാണോ അതോ വേറെ നമ്മൾ കയറി പോകണം? അതേമേ ലൂപ്പാണെങ്കിൽ ഞാൻ ഇതിനകത്ത് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. മറ്റേതിൽ കയറി ഇങ്ങ് പോയാൽ മതിയായിരുന്നു. നമുക്ക് ആ ട്രാക്കിലോട്ട് ചാടിയാലോ. ഇതെന്തുവാണ് സാധനം? ഡോറൊക്കെ ഇങ്ങനെ ആയിപ്പോയെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. പുള്ളിക്കാരൻ്റെ കൈ മാത്രം വന്ന് ഇതങ്ങനെ താഴെ വന്നേ. ഒരു തുള്ളിലെത്തുള്ളല്ലോ, ഇതങ്ങനെ താഴെ വന്ന ഗൈസ്. അതങ്ങനെ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇതുണ്ട്. ഇതെന്തോത്തിൻ്റെ ആടാ? ഫൈൻഡ് ടേൺ ഡിഫറൻസ്. എന്തുള്ള സംഭവം ഞാൻ കണ്ടപ്പോൾ തന്നെയാണ്. ഇതെന്താ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത്? പുറകിലുള്ള ആനയുടെ തുമ്പിക്കൈ അതൊക്കെയല്ലേ ഡിഫറൻറ്റ്. ഈ സാധനം എന്താ കേസ് മാറാത്തെ? ഇങ്ങനെ കൊടുത്താൽ മാറുമോ? മാറാത്ത എന്താണ്? ഞാൻ മാറില്ല. എനിക്ക് അപ്പൊന്നും വേണ്ട. ഇതെന്തു അതാണ്? എനിക്കിതൊന്നും വേണ്ട. എന്താ ഇത് മാറാത്ത? മാറി 3, 2, 1. യെസ്, പിന്നെ വന്ന്. എൻ്റെ പേര് ബാറ്റലോണെന്നാണ് ഗീസ്. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഇങ്ങനത്തെ റാങ്കോൾ പാർട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗീസ് റാങ്കോൾ പാർട്ടി. ഇപ്പം തന്നെ ഈ ഗെയിമിൽ ലൈറ്റ് മിന്നുന്ന പോലെ ഗീസ് സമയം പോകുന്നത്. അതും വേറെ ഒരു സംഭവമാണ് ഗീസ്. ഈ ഗെയിമിൻ്റെ ഒരു കുഴപ്പമാണെങ്കിൽ ആണെന്ന് വേണേൽ പറയാം. നമുക്കിത് ഈ ബൈക്കിൽ എടുത്തിട്ട് നേരെ ബാക്ക് അടിച്ചിട്ട് പിന്നെ ഓടിച്ചു പോവാം. താഴെ പോയടാ, താഴോട്ട് വീണു. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും